നമ്മളിങ്ങനെ ഒരുപാട് ഒരു മനുഷ്യരെ വേദനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാപ്പ് പറച്ചിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാവോ? ആ ഒരു തെറ്റിന് പരിഹാരമാവോ? പലപ്പോഴും നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ, അറിയാതെ എന്ന് പറയില്ല, മനഃപൂർവ്വം ചിലരെയൊക്കെ നമ്മളിങ്ങനെ ഒരു നേരം പോക്കിനോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ഈഗോ, ചെറിയ ചെറിയ തെറ്റിദ്ധാരണ, ഇതിനൊക്കെ പേരിൽ പലരെയും നമ്മളിങ്ങനെ ഉപദ്രവിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് അവരോടൊന്ന് ക്ഷമ ചോദിക്കാൻ പോലും ഉള്ള സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ തന്നെ രേണുസുധി, അവരെ വെച്ച് ആരും വാങ്ങിക്കാത്ത യൂട്യൂബേഴ്സ് വളരെ കുറവായിരിക്കും. ഒരുപാട് പേര് അവർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളെ പോലും എടുത്തിട്ട് അവരെ വലിച്ചു കയറാൻ സമൂഹത്തിൽ ഇട്ട് കൊടുക്കുന്ന ഒരുപാട് പേര്. ഇപ്പോൾ അവർ ക്യാൻസർ പേഷ്യൻ്റാണ്. അവരിതിന് മുന്നേ നേരത്തെ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാളോടും വന്ന് പറയാനോ ഒരു സിമ്പതി പിടിച്ചു പറ്റാനോ അവർ ശ്രമിച്ചിട്ടില്ല. ശരിക്കും അവർ സ്ട്രോങ് ലേഡിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കൊന്നൊരു ചെറിയ നെഗറ്റീവ് പോലും താങ്ങാൻ പറ്റാത്ത ഒരാളാണ്. അങ്ങനെ തന്നെയാണ് പലരും. ഇത്രയും സമൂഹം താറടിച്ചിട്ടും അവർ പിടിച്ച് നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ഈ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്ത സമയത്ത് അവരതിനെ ഹാൻഡിൽ ചെയ്യുന്നൊരു ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ആരായാലും തകർന്നു പോകുന്നൊരു അവസ്ഥയാണത്. നമുക്ക് നല്ല രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വരുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവാറുണ്ട്. അവരത് നേരത്തെ അറിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ചുകൂടെ നേരത്തെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാമായിരുന്നു. ഒത്തിരി പേര് അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി പേര്. പക്ഷെ അവരിപ്പോഴും ആരോടും വെറുപ്പോ ബാക്കിയോ ഒന്നും അവർ പറയുന്നില്ല. അവർ പറയുന്നത് നിങ്ങളുടെ സ്നേഹം വേണം, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം എന്നാണ് അവർ പറയുന്നത്. അവർ ചെയ്ത തെറ്റുകളെന്ന് പറയുന്നത് അവരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ. ശരിക്കും ഒരു വ്യക്തിക്ക് അവരുടേതായ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അതിനേക്കാളും വൾഗറായിട്ട് നടക്കുന്ന ആളുകളില്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ്, നമ്മളെ എതിർക്കാത്തവരെ നമ്മൾ പോയി ചുറിഞ്ഞുകൊണ്ടിരിക്കും. അവരിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ഉണ്ടാവില്ല ആ ധൈര്യത്തിൽ. പക്ഷെ അല്ലാത്തവരെ നിങ്ങളൊരു കണ്ടന്റാക്കി എടുക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് തിരിച്ച് പണി കിട്ടും. പക്ഷെ ഇതുപോലുള്ള പാവങ്ങളാവുമ്പോൾ, ജിഷയുടെ അമ്മ, പെരുമ്പാവൂരിലെ ജിഷയുടെ അമ്മ, അവർ ഒരു ചെറിയൊരു കാര്യം, ഒരു ബ്യൂട്ടി പാർലറിൽ പോയതിന് അവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് എന്താ പറയുക, ഒരുപാട് അവർ അനുഭവിച്ചു. നമുക്കൊന്ന് പോട്ടെ, സാരമില്ലാതെ വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മളതിങ്ങനെ വലിച്ചു കയറി വലുതാക്കി സമൂഹത്തിന് മുന്നിലിട്ട് കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു തമാശക്കാണെങ്കിൽ പോലും ഒരാളെ കളിയാക്കുകയോ നമ്മൾ വേദനിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ശക്തി പോലും ഇല്ലാതെ തകർന്നു പോകുന്ന ആളുകളുമുണ്ട്. നമുക്ക് ഒരു നേരമ്പോക്കായിരിക്കും. അല്ലെങ്കിൽ ചെറിയ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം അല്ലേ? മറ്റുള്ളവരെങ്ങനെ ജീവിച്ചാലും എന്തായാലും നമുക്ക് എന്താണ് പ്രശ്നം? സമൂഹത്തിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ? അവിടെയൊക്കെ നമുക്ക് ഇടപെട്ട് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, ഇവരോട് നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ആരോടായാലും നമ്മൾക്ക് ഒരു വാക്കുകൊണ്ട് വേദനിപ്പിക്കാൻ പറ്റും. പക്ഷെ അവരെ ചേർത്ത് നിർത്താൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയുന്നത്, നമുക്ക് ചുറ്റുമുള്ളവർ, നമുക്ക് കൂടെയുള്ളവർ, നമുക്ക് അറിയുന്നവർ, അങ്ങനെ ആരോ ആയിക്കോട്ടെ, നമ്മളൊരു പരിധിയും വിട്ടൊരു മനുഷ്യരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക. നാളെ നമുക്കും ഈ അവസ്ഥയൊക്കെ വന്നുകൂടായികയില്ല.